എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും സകല സീമകളും ലംഘിക്കുകയാണ്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പത്രസമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലുമാണ് ഇതുവരെ നുണ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോഴിതാ സർക്കാർ ഉത്തരവുകളിൽ നട്ടാൽ കുരുക്കാത്ത നുണകളുടെ വിസ്മയവിലാസം. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ചവിട്ടിപ്പുറത്താക്കാൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ എന്തിനാണ് വി ഡി സതീശൻ നട്ടാൽ കുരുക്കാത്ത നുണകൾ എഴുതി പിടിപ്പിച്ചത്? ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയത് ന്യൂജൻ ബാങ്കുകളുടെ ബിസിനസ് വിപുലീകരണത്തിന് വേണ്ടിയാണ്. തെളിവ് തരാം. 2026 ജൂലൈ 17 ധനകാര്യ വകുപ്പ് പുറപ്പെടുവിച്ച ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് വഴി HDFC, ICICI, ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര, സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ സ്വകാര്യ ന്യൂജൻ ബാങ്കുകൾക്ക് ഈ ട്രഷറിയിലേക്ക് പ്രവേശനം ആക്സസ് അനുവദിച്ചു. നേരത്തെ പൊതുമേഖലാ ബാങ്കുകൾക്ക് മാത്രമാണ് ഈ ട്രഷറിയിൽ ആക്സസ് ഉണ്ടായിരുന്നത്. ഈ സൗകര്യം സ്വകാര്യ ന്യൂജൻ ബാങ്കുകൾക്ക് കൂടി അനുവദിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രപ്പോസൽ പലതവണ മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ മുന്നിൽ വന്നതാണ്. എല്ലാ തവണയും അദ്ദേഹം അത് നിരസിച്ചു. നാഷണലൈസ്ഡ് ബാങ്കുകളെ മാത്രമേ സർക്കാർ ട്രഷറിയുമായി ലിങ്ക് ചെയ്യൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെയും LDF സർക്കാരിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നയം. വി ഡി സതീശൻ ആദ്യം ആ നയം അട്ടിമറിച്ചു. ഒരു ഒച്ചപ്പാടും ബഹളവുമില്ലാതെ അദ്ദേഹം ന്യൂജൻ ബാങ്കുകൾക്ക് ഈ ട്രഷറിയിൽ പ്രവേശനം ആക്സസ് സാധ്യമാക്കി. അങ്ങനെ ന്യൂജൻ ബാങ്കുകൾക്ക് ഈ ട്രഷറിയിൽ ആക്സസ് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അവരുടെ ബിസിനസ് വിപുലീകരിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് സഹകരണ ബാങ്കുകളെ പെൻഷൻ വിതരണത്തിന്റെ ചുമതലയിൽ നിന്ന് വി ഡി സതീശൻ സർക്കാർ ഒഴിവാക്കിയത്. 3 ഇനം അക്കൗണ്ടുകൾ ലക്ഷ്യമിട്ടാണ് ന്യൂജൻ ബാങ്കുകൾ ഈ ട്രഷറിയിലേക്കുള്ള ആക്സസ് മോഹിക്കുന്നത്. 1. സർക്കാർ ജീവനക്കാരുടെ സാലറി അക്കൗണ്ടുകൾ. 2. സർക്കാർ സ്കീമുകളുടെ അക്കൗണ്ടുകൾ. 3. സർക്കാർ സ്കീമിലെ ബെനിഫിഷ്യറികളുടെ അക്കൗണ്ടുകൾ. വിവിധ സർക്കാർ സ്കീമുകളിലെ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകളിലാണ് കിടക്കുന്നത്. ആ പണം ഇനി ന്യൂജൻ ബാങ്കുകൾക്ക് കൂടി വീതിച്ചു കിട്ടും. അതിന്റെ പ്രയോജനം ആർക്കെത്രയാണ് എന്നതിന്റെ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. വിവിധ സർക്കാർ പദ്ധതികളിൽ ലക്ഷക്കണക്കിന് ബെനിഫിഷ്യറികളുണ്ട്. നിലവിൽ പൊതുമേഖലാ ബാങ്കുകളിൽ അക്കൗണ്ടുള്ള ഒരു ബെനിഫിഷ്യറിയും തങ്ങളുടെ അക്കൗണ്ട് ന്യൂജൻ ബാങ്കുകളിലേക്ക് മാറ്റില്ല. അവർക്ക് പുതിയ അക്കൗണ്ടുകൾ വേണം. പൊതുമേഖലാ ബാങ്കുകളിൽ അക്കൗണ്ട് ഇല്ലാത്ത ബെനിഫിഷ്യറികളിലേക്കാണ് ന്യൂജൻ ബാങ്കുകൾ കണ്ണെറിയുന്നത്. അത്തരം ബെനിഫിഷ്യറി അക്കൗണ്ടുകൾ ഈ ന്യൂജൻ ബാങ്കുകളിലേക്ക് ആകർഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിലവിൽ ആ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന സഹകരണ ബാങ്കുകളെ ചവിട്ടി പുറത്താക്കണം. അതിന് കണ്ട കുറുക്കു വഴിയാണ് ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമേ ഇനി ക്ഷേമ പെൻഷൻ ലഭ്യമാകൂ എന്ന സർക്കാർ ഉത്തരവ്. ആ സർക്കാർ ഉത്തരവിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ: ന്യൂജൻ ബാങ്കുകളുടെ ബിസിനസ് വിപുലീകരണം. പലരും പ്രചരിപ്പിക്കുന്നത് പോലെ വി ഡി സതീശൻ ന്യൂജൻ മുഖ്യമന്ത്രിയല്ല, ന്യൂജൻ ബാങ്കുകളുടെ മുഖ്യമന്ത്രിയാണ്. ആദ്യം അദ്ദേഹം ന്യൂജൻ ബാങ്കുകൾക്ക് ഈ ട്രഷറിയിലേക്ക് പ്രവേശനം അനുവദിച്ചു. അടുത്ത പടിയായി അവരുടെ ബിസിനസ് വിപുലീകരിക്കാൻ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ചവിട്ടി പുറത്താക്കി. 1ഉം 2ഉം ലക്ഷമൊന്നുമല്ല, 23 ലക്ഷം പേരാണ് സഹകരണ ബാങ്കുകൾ വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത്. സഹകരണ ബാങ്കുകളെ പെൻഷൻ വിതരണത്തിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയാൽ ഈ 23 ലക്ഷം പേരെ തങ്ങളുടെ ബിസിനസ് വലയത്തിലേക്ക് ആകർഷിക്കാൻ ന്യൂജൻ ബാങ്കുകൾക്ക് രംഗത്തിറങ്ങാൻ കഴിയും. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഉത്തരവിൽ നട്ടാൽ കുരുക്കാത്ത നുണകളാണ് വി ഡി സതീശനും കൂട്ടരും അച്ചടിച്ചു വച്ചിരിക്കുന്നത്. നുണ 1: ആധാർ അധിഷ്ഠിത പെൻഷൻ വിതരണം പൂർണ്ണമായി നടപ്പാക്കാത്തതിനാൽ അർഹതയില്ലാത്തവർക്കും ഒരേ വ്യക്തിക്ക് ഒന്നിലധികം തവണയും പെൻഷൻ വിതരണം ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നു. പച്ചക്കള്ളമാണ് ഈ അച്ചടിച്ചു വെച്ചിരിക്കുന്നത്. ആധാർ അധിഷ്ഠിത പെൻഷൻ വിതരണം പൂർണ്ണമായി നടപ്പായില്ലെന്ന് വി ഡി സതീശനോടും ഈ ഉത്തരവുണ്ടാക്കിയവരോടും ആരാണ് പറഞ്ഞത്? അങ്ങനെ ഏതെങ്കിലും റിപ്പോർട്ടുകൾ ഈ ഉത്തരവുണ്ടാക്കിയവരുടെ സർക്കാരിന്റെ പക്കലുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നൊരു വിവാദം ഓർമ്മയുണ്ടാകുമല്ലോ. ആ വിവാദവുമായി ബന്ധപ്പെട്ട് പെൻഷൻ കൈപ്പറ്റിയ ചില ഗുണഭോക്താക്കളുടെ രസീതുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുടിശ്ശികയുൾപ്പെടെ 15,000 രൂപ കൈപ്പറ്റിയ പെൻഷനർമാരുടെ രസീതുകളാണ് അത്തരത്തിൽ പുറത്തു വന്നത്. പാലക്കാട് നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ പാത്തുമ്മ എന്ന പെൻഷനറുടെ രസീതാണ് അവയിൽ ഒന്ന്. ആ രസീതിൽ കാണുന്ന പെൻഷൻ ID സേവന പോർട്ടലിൽ നൽകിയാൽ നമുക്ക് ആ പെൻഷനറുടെ പെൻഷൻ വിവരങ്ങൾ ലഭ്യമാകും. അതാണ് സ്ക്രീനിൽ കാണുന്നത്. ഈ പെൻഷനർക്ക് പെൻഷൻ അനുവദിച്ചിരിക്കുന്നത് 1999 ജൂലൈ മുതലാണ്. അവരുടെ ആധാർ നമ്പർ ആ ഡാറ്റാബേസിൽ നമുക്ക് കാണാം. സർക്കാരിന്റെ കൈവശം അവരുടെ ആധാർ നമ്പർ ഉണ്ട്. അതേ പഞ്ചായത്തിലെ രായൻകുട്ടി എന്നയാളാണ് അടുത്ത പെൻഷനർ. അദ്ദേഹത്തിന് പെൻഷൻ വിതരണം ആരംഭിച്ചത് 2007 ഡിസംബർ മുതലാണ്. അദ്ദേഹത്തിന്റെ ആധാർ നമ്പരും ആ ഡാറ്റാബേസിലുണ്ട്. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ തന്നെ പാർവതിയമ്മ എന്ന പെൻഷനറാണ് മറ്റൊരാൾ. അവർക്ക് പെൻഷൻ അനുവദിച്ചത് 2015 മാർച്ചിൽ. അവരുടെ ആധാർ നമ്പരും ആ ഡാറ്റാബേസിലുണ്ട്. അതായത് 1999 മുതൽ പെൻഷൻ അനുവദിച്ചവരുടെ ആധാർ നമ്പർ സർക്കാരിന്റെ ഡാറ്റാബേസിൽ ലഭ്യമാണ്. ഇനി പുതുതായി പെൻഷന് അപേക്ഷിക്കുന്നവരുടെ അപേക്ഷാ ഫോം നോക്കൂ.
പുതുതായി പെൻഷന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആധാർ നമ്പരും നൽകണം, ആധാർ കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റും നൽകണം. വസ്തുത ഇതായിരിക്കെ ആധാർ അധിഷ്ഠിതമായ പെൻഷൻ വിതരണം പൂർണ്ണമായി നടപ്പാക്കാത്തതിനാൽ എന്ന പരാമർശം എങ്ങനെ ഈ സർക്കാർ ഉത്തരവിൽ കടന്നുകൂടി? എന്തടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റന്റ് ഈ പരാമർശം എഴുതി വെച്ചത്? സെക്ഷൻ ഓഫീസർ മുതൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി വരെ ഈ പരാമർശത്തിന് എസ് മൂളി അംഗീകാരം നൽകിയത് എങ്ങനെയാണ്? ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന 51 ലക്ഷം പേരുടെയും ആധാർ വിവരങ്ങൾ സർക്കാരിന്റെ ഡാറ്റാബേസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളിന് 2 പെൻഷൻ ലഭിക്കാൻ ഒരു സാഹചര്യവും നിലവിലില്ല. നോക്കൂ, സഹകരണ ബാങ്കുകളെ ഈ പെൻഷൻ വിതരണത്തിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ എന്തെല്ലാം അസംബന്ധ ന്യായങ്ങളാണ് വി ഡി സതീശൻ മെനഞ്ഞുണ്ടാക്കുന്നത്. ഇനി അടുത്ത നുണ, ഒരു വ്യക്തിക്ക് ഒന്നിലധികം തവണ പെൻഷൻ വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ടത്രേ. ആ വാചകത്തിന്റെ ഘടന നോക്കൂ. ഒരു വ്യക്തിക്ക് ഒന്നിലധികം തവണ പെൻഷൻ വിതരണം ചെയ്യുന്ന സാഹചര്യം എന്നാണ് പരാമർശം. ഒരു വ്യക്തിക്ക് ഒന്നിലധികം തവണ പെൻഷൻ അനുവദിക്കുന്ന സാഹചര്യം എന്നല്ല, വിതരണം ചെയ്യുന്ന സാഹചര്യം എന്നാണ്. അനുവദിക്കാതെ എങ്ങനെയാണ് സർ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയുക? നിലവിൽ ഒരു വ്യക്തിക്ക് ഒരു ക്ഷേമ പെൻഷന് മാത്രമേ അർഹതയുള്ളൂ. കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളിന് വാർദ്ധക്യകാല പെൻഷനോ മറ്റ് പെൻഷനുകളോ കിട്ടില്ല. ഓരോ പെൻഷനറുടെയും ആധാർ നമ്പർ സർക്കാരിന്റെ ഡാറ്റാബേസിലുണ്ട്. അതുപയോഗിച്ച് ഇരട്ടിപ്പുണ്ടോ എന്ന് നിഷ്പ്രയാസം കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ ഇരട്ടിപ്പുണ്ടോ എന്ന് കണ്ടുപിടിച്ച് നിഷ്പ്രയാസം ഒഴിവാക്കാമെന്നിരിക്കെ ഒരു കാരണവശാലും ഒരാളിന് 2 പെൻഷൻ അനുവദിക്കുന്ന സാഹചര്യം നിലവിലില്ല. അനുവദിക്കാത്ത പെൻഷൻ വിതരണം ചെയ്യാനും കഴിയില്ല. ഇനി ഒരാളിന് അനുവദിച്ച പെൻഷൻ വേറൊരാൾ കൈപ്പറ്റുന്ന സാഹചര്യമുണ്ടോ? അതാണോ ഈ പരാമർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ സംഭവിച്ചാൽ അത് ആൾമാറാട്ടമാണ്. അങ്ങനെ പെൻഷൻ നിയമവിരുദ്ധമായി കൈപ്പറ്റിയവരുടെ പേരിൽ നടപടിയെടുക്കുകയാണ്, ക്രിമിനൽ നടപടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരേ വ്യക്തി ഒന്നിലധികം തവണ പെൻഷൻ കൈപ്പറ്റുന്ന എത്ര കേസുകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഏതൊക്കെ സഹകരണ ബാങ്കുകളാണ് ഒരേ വ്യക്തിക്ക് ഒന്നിലധികം തവണ ഈ പെൻഷൻ വിതരണം ചെയ്തിട്ടുള്ളത്? വെളിപ്പെടുത്താമോ ആ വിവരങ്ങൾ? ഒന്നും വെളിപ്പെടുത്താനില്ല. ചുമ്മാ പച്ചക്കള്ളം അടിച്ചു വിടുകയാണ് ഒരു സർക്കാർ ഉത്തരവിൽ. അടുത്ത നുണയാണ് ഈ പറഞ്ഞതിനേക്കാളൊക്കെ കേമം. അതിങ്ങനെ, വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന രീതി തുടരുന്നതിലൂടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംബന്ധിച്ച് കേന്ദ്ര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തതിനാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടത്രേ. നോക്കൂ, ഈ ഒരു വാചകത്തിൽ 2 നുണകളാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന കള്ളം. അങ്ങനെ ഒരു മാർഗനിർദ്ദേശവും സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകിയിട്ടില്ല. അങ്ങനെ മാർഗനിർദ്ദേശം നൽകാൻ കേന്ദ്രത്തിന് അധികാരമില്ല. ആ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചാൽ അതനുസരിക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുമില്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. അതെങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്ന് കൽപ്പിക്കാനോ ആജ്ഞാപിക്കാനോ കേന്ദ്ര സർക്കാരിന് ഒരു അധികാരവുമില്ല. അങ്ങനെ ഒരു മാർഗനിർദ്ദേശവും നാളിതുവരെ സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുമില്ല. ഇനി രണ്ടാമത്തെ കള്ളം, ആ മാർഗനിർദ്ദേശം പാലിക്കാത്തത് കൊണ്ട് ഏതോ സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ കേരളത്തിന് നിഷേധിച്ചു എന്നാണ്. ഞങ്ങൾ വി ഡി സതീശനെ വെല്ലുവിളിക്കുന്നു. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ഏത് മന്ത്രാലയമാണ് സംസ്ഥാന സർക്കാരിന് മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത്? ഏത് മന്ത്രാലയം എന്ന ഉത്തരവിൽ പറയുന്നില്ല. കേന്ദ്ര മന്ത്രാലയം എന്ന് പൊതുവിൽ പറയുന്നതേയുള്ളൂ. ഏതെങ്കിലും ഒരു മന്ത്രാലയമാകുമല്ലോ ആ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഏത് മന്ത്രാലയമാണ് ആ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്? ആ മാർഗനിർദ്ദേശത്തിന്റെ ഒരു പകർപ്പ് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കാൻ വി ഡി സതീശന് തന്റെ ഇടമുണ്ടോ? ഇനി ഇല്ലാത്ത ഈ മാർഗനിർദ്ദേശം പാലിക്കാത്തത് കൊണ്ട് ഏത് സാമ്പത്തിക സഹായമാണ് വി ഡി സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന് നിഷേധിക്കപ്പെട്ടത്? അങ്ങനെ നിലവിലില്ലാത്ത, പുറപ്പെടുവിക്കാത്ത ഒരു മാർഗനിർദ്ദേശത്തിന്റെ പേരിൽ കേരളത്തിന് അർഹമായ സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ നിഷേധിച്ചുവെങ്കിൽ അക്കാര്യം കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ലേ? ആ വിവരം എന്തിനാണ് വി ഡി സതീശൻ രഹസ്യമായി വെക്കുന്നത്? ഹെലികോപ്റ്റർ എടുത്ത് ചെന്ന് കണ്ട ഇൻവെസ്റ്ററുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു ന്യായം പറയാനുണ്ടായിരുന്നു. ഇൻവെസ്റ്ററുടെ വിവരങ്ങൾ പുറത്തറിഞ്ഞാൽ ആരെങ്കിലും അയാളെ റാഞ്ചി കൊണ്ടുപോകാൻ സാധ്യതയുണ്ടത്രേ. ശരി, ആ വിവരം പരമരഹസ്യമായിരിക്കട്ടെ. കോമളൻ എവിടെന്നത് ഊഹിച്ചാൽ ഊഹിക്കട്ടെ. പക്ഷേ ഇല്ലാത്തൊരു മാർഗനിർദ്ദേശത്തിന്റെ പേരിൽ കേരളത്തിന് അർഹമായ സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ നിരസിച്ചുവെങ്കിൽ ആ വിവരം എന്തിനാണ് വി ഡി സതീശൻ രഹസ്യമാക്കി വെക്കുന്നത്? അടിയന്തരമായി ആ വിവരം പുറത്തുവിടാൻ വി ഡി സതീശനെ ഞങ്ങൾ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളി അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയില്ല. ഒരു വിവരവും അദ്ദേഹത്തിന് പുറത്തുവിടാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു വിവരവും വി ഡി സതീശന്റെ പക്കലില്ല. ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണകൾ അച്ചടിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കുന്നത് ഒരു ജനതയോടുള്ള വെല്ലുവിളിയാണ്. ധാർഷ്ട്യവും അഹങ്കാരവും ധിക്കാരവുമാണ്. അധികാരത്തിന്റെ മതം പൊട്ടിയ ശുദ്ധ തോന്നിയവാസമാണ്. സർക്കാർ ഉത്തരവിലെ ഓരോ വാക്കും വാചകവും സത്യസന്ധമായിരിക്കണം, വസ്തുതാപരമായിരിക്കണം. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങളാണ്
ഓരോ സർക്കാർ ഉത്തരവിലൂടെയും പുറത്തു വരുന്നത്. ആ ഉത്തരവുകളിൽ നുണയുടെ കീടാണു നുരയ്ക്കാനേ പാടില്ല. ഇവിടെ വി.ഡി. സതീശനും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ.ആർ. ജ്യോതിലാൽ IASഉം തകർത്തത് സർക്കാർ ഉത്തരവുകളുടെ വിശ്വാസ്യതയാണ്. ഇത് ക്രിമിനൽ കുറ്റമാണ്. ന്യൂജൻ ബാങ്കുകൾക്ക് നേട്ടവും സാമ്പത്തിക ലാഭവും ഉണ്ടാക്കാൻ പച്ച നുണ കുത്തി നിറച്ച സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. വഞ്ചനയും അഴിമതിയുമാണത്. ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗമാണത്. ഈ ഉത്തരവ് ഒരു വ്യാജരേഖയാണ്. ന്യൂജൻ ബാങ്കുകൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ഒരു വ്യാജരേഖ പുറത്തിറക്കിയിരിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. ധാർമ്മികമായി മാത്രമല്ല നിയമപരമായും വി.ഡി. സതീശനും കെ.ആർ. ജ്യോതിലാൽ IASഉം കുറ്റവാളികളാണ്. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ അവർക്ക് ലഭിക്കാൻ വേണ്ട പ്രക്ഷോഭങ്ങളാണ് ഇനി കേരളത്തിൽ നടക്കേണ്ടത്. ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ദശലക്ഷക്കണക്കിന് വയോജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു തീരുമാനം എന്ന നിലയിൽ മാത്രമായിട്ടല്ല ഈ സർക്കാർ ഉത്തരവിനെ കാണേണ്ടത്. സ്വകാര്യ ന്യൂജൻ ബാങ്കുകളുടെ ബിസിനസ് വിപുലീകരണം ലക്ഷ്യമിട്ട് പെരും കള്ളങ്ങൾ കുത്തി നിറച്ച് തട്ടിപ്പടച്ചുണ്ടാക്കിയ ഈ ഉത്തരവിനെ ജനങ്ങളോടാകെയുള്ള വെല്ലുവിളിയായിട്ട് തന്നെ കാണണം. ഞങ്ങൾ എന്തും ചെയ്യും, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന ധാർഷ്ട്യമാണ് ഈ ഉത്തരവിൽ തേറ്റകുലുക്കുന്നത്. അതിന്റെ വമ്പും മുനയും ഒടിച്ചേ മതിയാകൂ. അത് ഈ നാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പത്രസമ്മേളനങ്ങളിൽ പറയുന്ന പെരുങ്കള്ളങ്ങളിൽ നിന്ന് തടി തപ്പുന്നത് പോലെ ഇക്കാര്യത്തിൽ തടി തപ്പാൻ വി.ഡി. സതീശനെ അനുവദിച്ചുകൂടാ.